Please subscribe our channel and also don't forget to share, comment, like. Thank you. ഫെഡറൽ ബാങ്കിൽ നിന്ന് എങ്ങനെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. 6 മാസം വരെയുള്ളതും അതിൽ കൂടുതലുള്ളതുമായ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഫെഡറൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുക. ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാം, യൂസ്ഫുൾ ലിങ്ക്സ് എന്നുള്ളൊരു കാണാം. അവിടുന്ന് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കാനുള്ള ഇത് വന്നു. അവിടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു SMS ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് OTP എടുത്ത് OTP ടൈപ്പ് ചെയ്യുക. ശേഷം താഴെ ക്യാപ്ച എൻ്റർ ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ഇമേജിൽ കൊടുത്തിരിക്കുന്നതാണ് ക്യാപ്ച. അത് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. നമുക്കിവിടെ 2 ഓപ്ഷൻ വന്നു. ലോൺ സെക്ഷനും ഡിപ്പോസിറ്റ് സെക്ഷനും. ഡിപ്പോസിറ്റ് സെക്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ഏറ്റവും അവസാനമുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യാം. അതിനായിട്ട് സെലക്ട് എന്നവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് നമ്പർ സെലക്ട് ചെയ്യാം, അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യാം. ശേഷം ഡേറ്റ് കൊടുക്കുക. എവിടം തൊട്ടുള്ളതാണോ ആ ഡേറ്റ് കൊടുക്കുക. ശേഷം ടു ഡേറ്റ് എവിടം വരെയുള്ളതാണോ വേണ്ടത്, ഈ മാസം വരെയുള്ളതാണെങ്കിൽ അങ്ങനെ എത്രയാണെന്ന് വെച്ച് കൊടുക്കുക. കൊടുത്തിട്ട് ഡൗൺലോഡ് കൊടുക്കുക. നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡായി കിട്ടുന്നതാണ്. അത്രയും ശേഷം ഓപ്പൺ ചെയ്യാം. ഇതിനൊരു പാസ്വേഡ് കൊടുക്കണം. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിരുന്നു, അത് നോക്കി കൊടുക്കുക. ഇതാണ് എനിക്ക് ലഭിച്ച അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഏകദേശം 1 വർഷത്തോളമുണ്ട്. ഇത് സെക്കൻഡ് മെത്തേഡ് ഇനി നോക്കാം. നമുക്ക് മെയിൽ അയക്കാനായിട്ട് ഇമെയിൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇത്രയും ചെയ്തതിന് ശേഷമുള്ള ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇമെയിലിലേക്ക് പോയിട്ടുണ്ട്. ഇമെയിൽ എടുത്ത് നോക്കാം. ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഏറ്റവും താഴെ അറ്റാച്ച്ഡ് ഫയലായിട്ട് അത് കൊടുത്തിട്ടുണ്ടാകും. അത് കൊടുക്കുമ്പോഴും പാസ്വേഡ് കൊടുക്കണം. എക്സാമ്പിളായിട്ട് പാസ്വേഡ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അത് നോക്കി നിങ്ങളുടെ രീതിയിലടിക്കുക. ശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ്. ഇങ്ങനെ 2 വിധത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. താങ്ക് യു. Please subscribe our channel and also don't forget to share, comment, like. Thank you.